ഹലോ, എനിക്ക് ജലദോഷം പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ വന്ന കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ വന്നത്. അതെന്താണെങ്കിലും ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ തിരക്കുണ്ടാവില്ല കേട്ടോ, പെട്ടെന്ന് കാണിച്ച് പോകാൻ പറ്റും. വിചാരിച്ച മാതിരിക്കണം, തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ നേരെ ഒ പി ടിക്കറ്റ് എടുക്കാൻ പോയി. ഒ പി ടിക്കറ്റ് പറഞ്ഞാൽ ടോക്കൺ എടുക്കാൻ ഇവിടെ ക്യൂ നിൽക്കണം കേട്ടോ. ഇവിടെ ക്യൂ നിന്നിട്ടാട്ടോ കിട്ടുള്ളൂ. എന്താ എൻ്റെ ഊഴം വന്നെത്തിട്ടോ. 10 രൂപയുടെ ടോക്കൺ. അപ്പുറത്ത് ചേച്ചി 10 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്നോട് പേരും വയസ്സൊക്കെ ചോദിച്ചിട്ടോ. പേരൊക്കെ അവിടെ എഴുതി തരുന്നുണ്ട്. ഇവിടുന്ന് പേരും വയസ്സും ഡേറ്റൊക്കെ എഴുതി തരും. എന്നിട്ട് ഇത് അപ്പുറത്ത് പോയി ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് വാങ്ങിക്കാം. അങ്ങനെ ഇവിടെ ചെയ്യുക. അങ്ങനെ എന്താ പേരും വയസ്സൊക്കെ നമ്മുടെ രജിസ്റ്ററിൽ എഴുതണം കേട്ടോ. രജിസ്റ്ററിൽ ഇത് അവർ എഴുതണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ടോക്കൺ എനിക്ക് തന്നു. ടോക്കൺ തന്നിട്ട് ഞാൻ അപ്പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഭയങ്കര തിരക്കാട്ടോ. വയസ്സായവരൊക്കെ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അവരൊക്കെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അവരുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോകും കേട്ടോ. മരുന്ന് വാങ്ങിക്കാൻ കുറച്ച് അപ്പുറത്തേക്ക് പോകണം. മരുന്ന് വാങ്ങിക്കാനും ഒ പി ടിക്കറ്റ് എടുക്കാനൊക്കെ രാവിലെ അങ്ങോട്ടാണ് പോകുക കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒ പി ടിക്കറ്റ് കൊടുക്കുന്നത്. ഒ പി ടിക്കറ്റ് പറഞ്ഞാൽ ടോക്കൺ കേട്ടോ. അങ്ങനെ എന്താ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയാലേ ഉള്ളൂ നമുക്ക് മരുന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഫാർമസിയും ഒ പി ടിക്കറ്റൊക്കെ ഒരു സ്ഥലത്താട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് മാറ്റം വന്നു കേട്ടോ. പണ്ടൊന്നും ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിന് വലിയ ഹാളായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒ പി ടിക്കറ്റ് എടുക്കുന്ന ഭാഗം ഒരു ഭാഗം, മരുന്ന് കൊടുക്കുന്ന ഭാഗം വേറൊരു ഭാഗം, അങ്ങനെ 2 ഭാഗമൊക്കെ തിരിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ എൻ്റെ മുന്നിൽ നിന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. ഞാൻ എന്താ അവരൊക്കെ കഴിഞ്ഞിട്ട് മരുന്ന് വാങ്ങിച്ചിട്ടോ. 3 ഗുളിക ഉണ്ടായിരുന്നു എനിക്ക് കുടിക്കാൻ. ഒക്കെ വാങ്ങി ഞാൻ വീട്ടിലെത്തി കുറച്ചിട്ട് ഉറങ്ങിയിട്ടോ. ഉറങ്ങി നീച്ചപ്പോൾ ചോറ് കൊണ്ടുവരാൻ പോകാനായിരുന്നു സ്കൂളിൽ നിന്ന്. എന്നിട്ട് ഞാനും ഹന്നിയും കൂടി ചോറ് കൊണ്ടുവരാൻ പോകാൻ നിൽക്കുക കേട്ടോ. ഇന്നും ബക്കറ്റ് എടുത്ത് ഇന്നെ വന്ന് വിളിച്ചതൊക്കെ ഓളാട്ടോ. അല്ലെങ്കിൽ ഞാൻ ഓളെ പോയിട്ടാണ് വിളിക്കല് ചോറ് കൊണ്ടുവരാൻ പോകേണ്ടത് വെച്ചിട്ട്. ഞാൻ നല്ല ഉറക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പാടെ ചോറ് കൊണ്ടുവരാൻ പോകുന്നത്. ഇബു ഊഞ്ഞാലും ഇരുന്ന് ആടുന്നു കേട്ടോ. ഷായനും കേട്ടോ ഇബുവിനെ ആട്ടി കൊടുക്കണത്. അങ്ങനെ അന്നമോളിതാ വണ്ടി എടുത്തപ്പോൾ അവമോള് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നാലെ കുടിക്കണം കേട്ടോ. ഓള് പിന്നെ എന്നും ഞങ്ങളപ്പം ഉണ്ടാവും. ഓളില്ലാത്ത പരിപാടിയില്ല. അങ്ങനെ ഓള് കയറി വണ്ടി തിരിച്ചിട്ട് കയറാൻ വിചാരിച്ചിട്ടോ. ഞാൻ എന്നാൽ രാവിലെ മുതലേ കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. കറണ്ട് ഇല്ലാത്ത കാരണം ഇവിടെ പോസ്റ്റ് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. മഴക്കാലമാണെങ്കിൽ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയൊന്നുമില്ല കേട്ടോ. ഉച്ചക്കൊക്കെ എന്താ ചൂട്. അങ്ങനെ എന്താ ഞങ്ങളൊന്ന് വേറെ റൂട്ടിനാട്ടോ പോണത്. ഞങ്ങൾ എന്നും ഈ റൂട്ടിനാണ് കേട്ടോ പോവൽ. അന്നമോൾ നേരത്തെ വന്നാലും ഞങ്ങൾ മറ്റേ റൂട്ടിന് പോകാറ് കേട്ടോ. മറ്റേ റൂട്ടിന് പോകാനാണ് ശരിക്കും സുഖം. കാരണം നേരെ കഞ്ഞിപ്പരയുടെ മുന്നിൽ കൊണ്ടുപോയി വണ്ടി നിർത്താൻ പറ്റും. പക്ഷേ ഇവിടെ ആകുമ്പോൾ ഞങ്ങൾ കഞ്ഞിപ്പരയുടെ അടുത്തേക്ക് കുറച്ച് നടക്കണം കേട്ടോ. 4:30 കഴിഞ്ഞാൽ സ്കൂളിൽ ഗേറ്റ് പൂട്ടും. അപ്പോൾ പിന്നെ അതിനെ പോകാൻ പറ്റില്ല. എന്തായാലും ഇതിനെ പോകാൻ പറ്റുള്ളൂ. നേരം വൈകിയ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഇതിനെ പോകാറ് കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി തിരിച്ചു. ഞങ്ങൾ ഇതിനായിട്ട് പോണത്. ഇവിടെ കുറേ ഞങ്ങൾക്ക് അറിയണവരെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയോ ചെയ്യുക. ഇത് ഞങ്ങൾ എന്നും കാണുന്നൊരു കുഞ്ഞിപ്പാത്തു കേട്ടോ. നല്ലോണം സംസാരിക്കട്ടവള്. പക്ഷെ ഇന്ന് എന്താ അറിയില്ല, ഒന്ന് തെറ്റിയിട്ട് നിൽക്കുക കേട്ടോ. ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഞാൻ അവളോട് കുറേ മുണ്ടിട്ടോ, പക്ഷെ അവൾ ഇങ്ങോട്ട് ഒന്നും മിണ്ടിയില്ല കേട്ടോ. അങ്ങനെ എന്താ ഞങ്ങൾ ചോറ് എടുക്കാൻ പോവുക കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ. കാണാം കേട്ടോ കഞ്ഞിപ്പര. അങ്ങോട്ട് കാണുന്നുണ്ടാവില്ലേ. കുറച്ചാണ് നടക്കാണ്ട്. ഈ ബക്കറ്റ് വെച്ചിട്ട് അങ്ങോട്ട് നടക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ബക്കറ്റ് നിറച്ച് ചോറാകുമ്പോൾ നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അവമോളെ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് പോകല കേട്ടോ. സാധാരണ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിറച്ച് ചളി ഉണ്ടാവും. അപ്പോൾ ഓളെ ഇവിടെ ഇരുത്തുക ചെയ്യും കേട്ടോ. പിന്നെ അതുമല്ല തിരിച്ചു വരുമ്പോൾ ബക്കറ്റ് ഒരാൾക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ കഴിയില്ല കേട്ടോ. നല്ല കനയക്കാരൻ ചോറല്ല അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ നല്ല വെയിറ്റ് ആയിരിക്കും. ഇപ്പോഴത്തേലൊക്കെ ഞാനും ഇവിടുത്തെ അന്നമൂളോട്ട് പിടിക്കുക. അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോകല് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, സുഖം അപ്പുറത്ത് കൂടെ വരികയാണെന്ന്. അതാകുമ്പോൾ പിന്നെ വണ്ടിമേക്ക് ഡയറക്റ്റാണ് എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഇത് പിന്നെ അങ്ങോട്ട് അപ്പുറത്തേക്ക് താഴത്തേക്ക് എത്തിക്കണ്ടേ. അങ്ങനെ അതാ ഞങ്ങൾ വന്നപ്പോഴേക്കും ഓൾ അവിടെ നിന്ന് നീറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളോട് തെറ്റി നിൽക്കുക കേട്ടോ ഓളെ കൊണ്ടുപോകാത്തതിന്. ഉമ്മച്ചി എന്താ എന്നെ കൊണ്ടുപോകാത്തത്, ഞാനും ഉണ്ട് ഉമ്മച്ചി പറഞ്ഞിട്ടോള്. അപ്പം പിന്നെ അവിടെ ചളിയല്ലേ, പിന്നെ അങ്ങോട്ട് നടക്കണ്ടേ. പിന്നെ അങ്ങനെ അന്നമോളോളം എടുത്തിട്ട് കൊടുക്കണം നിർബന്ധിച്ചപ്പെടുത്താം കേട്ടോ. ചെരുപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല ഓളെ വണ്ടിമേ കയറിയപ്പോൾ. ഇങ്ങെന്താ ചോറ് കൊടുന്ന് വണ്ടിമേ വെച്ചിട്ടോ. ചോറ് കൊടുന്ന് വണ്ടിമേ വെച്ചപ്പോൾ അത് അപ്പുറത്ത് വിട്ട് വലിയമ്മ പറഞ്ഞു കുറച്ചുകൂടി ചോറുണ്ട് ഇവിടെ, അതുകൂടി കൊണ്ടുപോയിക്കോളിയും, നിങ്ങളെ കോഴികൾക്ക് കൊടുക്കാനല്ലേ. എന്നാൽ ഞാനത് പോയി വാങ്ങിക്കൊടുന്നു കേട്ടോ. അത് വാങ്ങിക്കൊടുന്നിട്ട് അതും കൂടി വെച്ചിട്ടാട്ടോ ഞങ്ങൾ പോയത്. അങ്ങനെ അവമോൾ ഇതാ വണ്ടിയുടെ മോള് കയറിയിരിക്കണം കേട്ടോ. അവൾക്ക് പിന്നെ വണ്ടി തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൾ ആദ്യം വന്ന് കയറിയിരുന്നിക്കണം. അങ്ങനെ അന്നമോൾ വണ്ടി തിരിക്കണ ഗ്യാപ്പിൽ ഞാൻ ഓളടുത്ത് കുറച്ചേരോട് സംസാരിച്ച് നോക്കിയിട്ടോ. ഓളും മിണ്ടണില്ല. അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കണ കുട്ടിയാട്ടോ. ഇന്ന് എന്തായാലും ഒന്നും തീരെ മിണ്ടിയില്ല. ഓളെ വലിയമ്മ പറഞ്ഞു ഓള് തെറ്റിയിട്ട് വന്നിക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് ആരോടും മിണ്ടില്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ സംസാരിക്കോളൂ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടി തിരിച്ചിട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ നിറച്ച് വെള്ളമേക്കാറ് കേട്ടോ. ഇതിപ്പോൾ എന്താ അറിയില്ല, 2-3 ദിവസമായിട്ട് വെയിലായതുകൊണ്ട് തോന്നുന്നു വെള്ളമൊന്നും ഇല്ല കേട്ടോ. റോട്ടിൽ തന്നെ ഒരു സൈഡിലേ ഉള്ളൂ കേട്ടോ വെള്ളം. അല്ലെങ്കിൽ റോഡൊക്കെ നിറച്ച് വെള്ളമേക്കാറ് കേട്ടോ. ഉറവ് പൊട്ടിയിട്ട്. പിന്നെ കുറച്ച് അപ്പുറത്ത് തന്നെ കുളമാട്ടോ. ഇതിനും പോവാം കുളത്തേക്ക്, അപ്പുറത്ത് കൂടിയും പോകട്ടെ കുളത്തേക്ക്. ഞങ്ങൾ പിന്നെ അപ്പുറത്ത് കൂടെ ആയിട്ട് പോവല്. അങ്ങനെന്താ ഞങ്ങൾ വീടെത്താറായിട്ടോ.
ഈ വളവ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവളോട് വെച്ചു പോസ്റ്റിൻ്റെ പണി കഴിഞ്ഞോന്നാവല്ലേന്ന് കേട്ടോ. പോസ്റ്റിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴാണെന്നാവ കറണ്ടൊക്കെ വരിക. അങ്ങനെ എന്താ ഗേറ്റ് അടച്ചിരുന്നു കേട്ടോ. ഞാൻ ഇറങ്ങിയിട്ടാട്ടോ ഗേറ്റ് തുറന്നത്. ഗേറ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ ഇബൊക്കെ എപ്പോഴും പുറത്തേക്ക് പോകും കേട്ടോ. അതുകൊണ്ടാട്ടോ ഗേറ്റ് അടച്ചിക്കണത്. ഗേറ്റ് തുറന്ന് ഉള്ളിൽ കയറി വെക്കുമ്പോൾ ഉപ്പപ്പയും കുട്ടികളൊക്കെ പാടെ അവിടെ പുറത്തിരുന്ന് കളിക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.